അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ദ കീ ടു ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിസ്സായിമി ഫർഹത്താൻ. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. അതിലൊന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ ആഘോഷിക്കുമ്പോഴുള്ള സന്തോഷം എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ സന്തോഷം എന്താണ്? വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. കാരണം എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതിഫലങ്ങളാണ് അല്ലേ? കാരണം എന്താ? റമളാനിലൂടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അലഖിലെ 6-7 വചനങ്ങളാണ്, ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ട് കളയുന്നു, മനുഷ്യൻ അതിരുവിട്ട് കളയുന്നവനാണ്. അൻ റആഹു ഇസ്തഗ്നാ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യന്മാരിലെ ഭൂരിഭാഗം ആളുകൾ, ഒരുപാട് ആളുകൾ അവർ സ്വയം ഞാൻ എല്ലാത്തിനും കഴിവുള്ളവരാണ് എന്ന് പറയുന്ന ആളുകളാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. നമ്മൾ നല്ലവരാകണം. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആ ഒരു അഹങ്കാരം, ചില ആളുകൾ അഹങ്കരിച്ചിങ്ങനെ നടക്കും. ആ ഒരു അഹങ്കാരം ഒരിക്കലും നമ്മളിൽ ഉണ്ടായിക്കൂടാ. അങ്ങനെ അഹങ്കരിക്കുന്നവർ അവരുടെ അവസാനം നാശത്തിലാണ്, നഷ്ടത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നമ്മളിൽ ഒരുപാടുണ്ട്. അങ്ങനെ അനുഗ്രഹം, അള്ളാഹിൻ്റെ അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ, അള്ളാഹുവിൽ നിന്നും ബറക്കാത്തുകൾ ലഭിച്ചില്ലെങ്കിൽ നമ്മളൊന്നുമല്ല, നമ്മളാകെ പ്രയാസത്തിലാകും. നമ്മൾ ജീവിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലേ? അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ലെവലപ്പിൽ പറയുന്നത്, നിങ്ങളുടെ വിരലടയാളം ഇവിടെ പതിപ്പിക്കൂ. വിരലടയാളം പറഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് നിങ്ങൾ ഇവിടെ ആക്കണം. ഷർട്ടിലൊന്നും ആക്കരുത് കേട്ടോ. ഓക്കെ, ചില കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഷർട്ടിലൊക്കെ ഒരുപാട് പ്രിൻ്റ് ഷർട്ടാക്കി മാറ്റും പിന്നീട്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, പിന്നെ എന്താണ് ഫിംഗർ പ്രിൻറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? എന്തെങ്കിലും അറിയോ? അങ്ങനെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ മനുഷ്യന്മാരുടെയും ഫിംഗർ പ്രിൻറ്റുകൾ വ്യത്യസ്തമാണ് അല്ലേ? ഒരു ലോകത്ത് ആരെടുത്ത് നോക്കുകയാണെങ്കിലും ഒരേപോലെ ഫിംഗർ പ്രിൻ്റുള്ള ഒരു മനുഷ്യന്മാരും ലോകത്തുണ്ടാവില്ല. അത് അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് അറിയിക്കുന്നത്. അതേപോലെ ഈ ഫിംഗർ പ്രിൻ്റ് എപ്പോഴും മുതൽ സ്റ്റാർട്ട് ചെയ്യും? ഗർഭാവസ്ഥയിലുള്ള 3 മാസം പ്രായമുള്ള ശിശുവിൽ നിന്ന് അപ്പം മുതലങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം തന്നെ അത് രൂപപ്പെടുകയാണ്. അപ്പോൾ അത് വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് റമളാൻ ഡെയിലി സ്ട്രീക്കിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഉറക്കത്തിന് മുമ്പുള്ള പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻ്റാണ്. അപ്പോൾ അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നന്മകൾ ഓരോന്നും ചെയ്യാനും അള്ളാഹുവിൽ നിന്നുള്ള വലിയ തൗഫീക്ക് വേണം. നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ലെവലപ്പ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ?
സമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പുതപ്പിക്കൂ. ഓക്കെ. അക്രമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്രമുൻ എന്ന് പറഞ്ഞാൽ വലിയ മാന്യൻ. ഓക്കെ. അലഖ് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം. ഓക്കെ, എല്ലാവരും ശരി തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാ. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റമദാൻ മാസത്തിലെ സൽക്കർമ്മങ്ങൾ പ്ലാൻ ചെയ്യാൻ റമദാൻ ക്വസ്റ്റ് കൂടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം വിസ്ഡം ബാലവേദി ഒരുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ് ഇതാ. നമ്മുടെ ടീം ബാലവേദി യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റമദാൻ ക്വസ്റ്റ് വീഡിയോകൾ കാണുക. അതിന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ദിവസവും സമ്മാനങ്ങൾ ലഭിക്കുന്നു. വേഗം തന്നെ വീഡിയോകൾ കാണൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.